ഇത് 2019 മോഡല്. 2019 68,000 കിലോമീറ്റർ ഓടി വണ്ടി. ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് ഏകദേശം ഒരു ഫുൾ ഓണൊക്കെ ആഗ്രഹിക്കും, ചിലപ്പോൾ ഫുൾ ഓണൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. മൈലേജ് കൂടെ ഉണ്ടാവും. KL 49 സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? ഏതാ മോഡല്? 2012-13. 12 മോഡലും 13 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ 2028 വരെ പേപ്പർ ഉണ്ടാവും. കോമ്പാക്ട് SUV വരാം. നേരത്തെ കണ്ടതും ഫുൾ സേഫ്റ്റിയാണ്, ഇതും ഫുൾ സേഫ്റ്റിയുള്ള ഒരു വാഹനമാണ് അല്ലേ? XUV 300 ആണ് മഹീന്ദ്രയുടെ. ക്യാമറ, LCD കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ. എല്ലാം വരുന്ന 1,40,000 ഓടിയ 2013 G3 G4 കൺവേർട്ടായി. എത്ര കൊടുക്കാത്? എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും കോഴിക്കോട് കാർ സോണിലേക്ക് വന്നിരിക്കുകയാണ്. മാങ്കാവുള്ള റഹീം ഭായി നമ്മുടെ കൂടെ ഉണ്ട്. സ്വാഗതം. അപ്പോൾ എന്താ, ഓണമൊക്കെ വരാറായി, ഓണമൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഓഫർ എന്താ? വണ്ടിയുടെ ഓഫർ, നമ്മളെ ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കുക, അതന്നെ ഓഫർ. മാക്സിമം കുറച്ച് കൊടുക്കുക, മാക്സിമം വില കുറച്ച് കൊടുക്കുക. ഓക്കെ. ഓരോ പർച്ചേസിനും കസ്റ്റമേഴ്സിനും ഓരോ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. മെയിനായിട്ട് വില കുറച്ച് കൊടുക്കാം. അപ്പോൾ കാണുന്നവരെന്തായാലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ലൊക്കേഷൻ വരുന്നത് മാങ്കാവ് മീൻചന്ത ബൈപ്പാസിൽ, മീൻചന്തയ്ക്ക് അടുത്തായിട്ടാണ് വരുന്നത് ലൊക്കേഷൻ. കാർ സോൺ. നമ്മൾ ഒരുപാട് വീഡിയോസ് ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പനി സർവീസും ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടികൾ തന്നെയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം, എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്തടുത്ത് തന്നെ കമ്പനികളെല്ലാം വാറണ്ടി കൊടുക്കുന്നുണ്ട്. എത്ര 6 മാസമാണോ? 6 മാസം നമ്മൾ കൊടുക്കുന്നുണ്ട്. എഞ്ചിൻ ഗിയർ ബോക്സ് മാത്രമല്ല. ഓക്കെ. അപ്പോൾ നോക്കാം, ബാക്കി ഓരോ സ്റ്റോക്കായിട്ട് നമുക്ക് കണ്ടുനോക്കാം. SUV സെഗ്മെന്റ് എല്ലാം ഇല്ലെന്ന് എല്ലാ സെഗ്മെന്റും ഉണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒന്നും വിട്ടുവരുത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ. നമ്മുടെ ആദ്യ വാഹനം ടാറ്റ അൾട്രോസ് ആണ്. KL 65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ. അൾട്രോസ് ഏതാ ഇത്? ഇത് 2020-21 രജിസ്ട്രേഷൻ. ഓക്കെ. ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. വെറും 20,000 കിലോമീറ്റർ ആണ് ആകെ വണ്ടി ഓടിയത്. ഓക്കെ. ലോ കിലോമീറ്റർ ആണ്. പക്ക കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി. പക്കാല. ജെനുവിൻ പീരിയോഡിക് സർവീസ് എല്ലാം പോയിട്ടുണ്ടല്ലോ. അതെ, 20 സർവീസ് കഴിഞ്ഞതാണ്. ഓക്കെ. അപ്പോൾ ടയേഴ്സ് ആ കിലോമീറ്ററിന് തന്നെ അത്ര ക്ലെയിമോ കാര്യങ്ങളെന്തെങ്കിലും ഒന്നുമില്ല, ഒരു ക്ലെയിമും ഇല്ല, ഒന്നുമില്ല. ഇതിന് ഓപ്ഷൻ വരുന്നത് XZ ആണ് വരുന്നത്. XZ ഫുള്ളിൻ്റെ തൊട്ട് താഴെ അല്ലേ? തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ് അൾട്രോസ്. എത്ര കൊടുക്കാം ഇത്? ഇത് നമുക്ക് ഫൈനൽ 5,90,000 കൊടുക്കാം. 5,90,000 XZ അൾട്രോസ് 2020 മോഡൽ, 21 രജിസ്ട്രേഷൻ, വെറും 20,000 കിലോമീറ്റർ അല്ലേ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. ഫുൾ കമ്പനി സർവീസ് പോയ വാഹനം. ഓക്കെ. ഒരു 5 lakhs ലോൺ കയറും എന്തായാലും, ഏകദേശം കിട്ടും. ഓക്കെ. മൈലേജിൻ്റെ ഒരു 11 to 15 ആ റേഞ്ച് കണ്ടാൽ മതി മൈലേജ്. കുറച്ച് ഹെവി വണ്ടിയാണ്. സേഫ്റ്റി കാര്യങ്ങളെല്ലാം കിട്ടും. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സും. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തത് നല്ല അടിപൊളി കോമ്പാക്ട് SUV ആണ്, ഫോർഡിൻ്റെ എക്കോ സ്പോർട്ട്. ഇത് ലാസ്റ്റ് ഷേപ്പ് അല്ലേ? ലാസ്റ്റ് ഷേപ്പ് 2021 മോഡൽ. 21 മോഡൽ. അതെ. ഏതാ, പെട്രോൾ ഡീസലോ? ഡീസലാണ് വരുന്നത്. ഡീസൽ. മൈലേജ് ഉണ്ടാവും 18-20 റേഞ്ച് മൈലേജ്. സ്റ്റെബിലിറ്റി, ഡ്രൈവിംഗ് കംഫർട്ട് എല്ലാം ഉള്ള ഒരു അടിപൊളി SUV. സേഫ്റ്റി അടക്കം വരുന്ന ഒരു അടിപൊളി SUV സെഗ്മെന്റ് ആണ്. ഏത് ഓപ്ഷൻ? ഇത് വരുന്നത് ടൈറ്റാനിയം. ടോപ്പിന്റെ തൊട്ട് താഴെ. ഇതിന്റെ മേലെ ടൈറ്റാനിയം പ്ലസ് വരിക. ടോപ്പിലേക്ക് പോകുമ്പോൾ 6 എയർ ബാഗ് ഉണ്ടാവും. ഇതിൽ അതുണ്ടാവില്ല, 2 എയർ ബാഗ് വരും. ബട്ടൺ സ്റ്റാർട്ട്, അലൈവിൽ സൺറൂഫ് എല്ലാം വരുന്നുണ്ട്. ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് വാഹനത്തിൽ. നല്ല ഹെവി സാധനമാണ്. ഡോറൊക്കെ തുറന്നു കഴിഞ്ഞാലേ ഭയങ്കര ഫീലാണ്, ഭയങ്കര കംഫർട്ടാണ്. ഓക്കെ. പ്രോപ്പർ സർവീസ് ഉണ്ടോ? പ്രോപ്പർ കമ്പനി സർവീസ്. ഓട്ടോ എത്രയാണ് പറഞ്ഞത്? 74,000 കിലോമീറ്റർ. 74,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസിന് പോയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ? സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? ഓക്കെ. 2021 ഡീസൽ എക്കോ സ്പോർട്ട് 74,000. എത്ര കൊടുക്കാം നമുക്കിത്? ഇത് നമുക്ക് ഫൈനലി 8,90,000 കൊടുക്കാം. 8,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോമ്പാക്ട് SUV കൊണ്ടുപോകാം. അതും ഡീസലാണ്. ഒരു ക്ലെയിമും ഇല്ലാത്ത നല്ലൊരു നീറ്റ് വണ്ടിയാണ്. നീറ്റ് വണ്ടിയാണ് കാണുമ്പോൾ. ഓക്കെ. ഇതിന് എത്ര ലോൺ ചാൻസ്? ലോൺ ഏകദേശം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണെങ്കിൽ 8 lakh വരെ നോക്കാൻ പറ്റും. 8 ലക്ഷം വരെ അല്ലേ? ഓക്കെ. എന്തായാലും താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തതാ സെഡാൻ കാറ്റഗറി നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഹോണ്ട അമേസിന്റെ 3rd ജനറേഷൻ വാഹനമാണ്. അതെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018-19 രജിസ്ട്രേഷൻ. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി VX ഏറ്റവും ടോപ്പിന്റെ 18 മോഡൽ 19 രജിസ്ട്രേഷൻ. ഡീസലോ പെട്രോൾ? അതും ഡീസലാണ്. അതെ. മൈലേജ് ചാമ്പ്യൻ. അതെ, മൈലേജ്. ഓക്കെ. എന്തായാലും ഒരു 20ന്റെ മുകളിൽ തന്നെ കിട്ടും ഏകദേശം. അതെ. ഓക്കെ. എത്ര റഫായിട്ട് ഓടിച്ചാലും കിട്ടുന്നുണ്ട്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല. ഓക്കെ. എക്സ്ട്രാ അലൈവിയിലൊക്കെ എക്സ്ട്രാ ചെയ്തതാണ്. ഓക്കെ. ഇത് VX ആണ്, പക്ഷേ അന്ന് തന്നെ അലോയ്സ് വരും. പക്ഷെ അത് മാറ്റിയിട്ട് ആഫ്റ്റർ മാർക്കറ്റ് നല്ലൊരു അടിപൊളി അലോയ്സ് ചെയ്തിട്ടുണ്ട് കാരണം. ഓക്കെ. ക്ലെയിം ഒന്നുമില്ല അല്ലേ? ക്ലെയിം ഒന്നുമില്ല. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്?
ഇത് നമ്മൾ ഫൈനൽ 7,60,000 കൊടുക്കാം. 7,60 18 മോഡൽ 19 രജിസ്ട്രേഷൻ ഡീസൽ അമേസ്. ഓട്ടോ എത്രയാ? ഓട്ടോ 70,000 കിലോമീറ്റർ. 70,000 സാധാരണ ഓട്ടോ, ഒരു പെട്രോൾ വണ്ടി ഓടുന്ന ഓട്ടോ ആയിരുന്നു. ഓക്കെ, നല്ലൊരു മൈലേജുള്ള സെഡാൻ ടൈപ്പ് വണ്ടി ആഗ്രഹിക്കണോ ഒന്നും നോക്കണ്ട, ധൈര്യത്തിൽ എടുക്കാം. ഒരു ക്ലെയിം ഇല്ലാത്ത വണ്ടി അല്ലേ? ഇത് ലോൺ എത്ര ചാൻസ് ഉണ്ട്? ഒരു 6-7 ഉള്ളിലായിട്ട് ലോൺ ചെയ്യാൻ പറ്റും. 6-7 ഉള്ളിൽ കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. നമ്മളിപ്പോൾ ഇവിടെ സ്റ്റോക്കുള്ള ഏറ്റവും ചെറിയ വണ്ടിയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോഴും ചെറിയ വണ്ടി ആൾക്കാർ ചെറുത് ചോദിക്കണ്ടല്ലേ? ഓക്കെ, ആൾട്ടോ 800 KL 12 രജിസ്ട്രേഷൻ. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത വെച്ചാൽ കുറച്ച് കൂടുതൽ കോമ്പാക്ട് എസ് യു വി ആണെന്ന് തോന്നുന്നു, കൂടുതലുള്ള മൊത്തത്തിൽ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വളരെ കുറവാണ്. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2014 മോഡലാണ്. 60,000 കിലോമീറ്റർ, 68,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. LXI വണ്ടിയാണ്. LXI 14 ഒന്നുമില്ല. 14 2014-15 രജിസ്ട്രേഷൻ. ഓക്കെ, 15 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. സിംഗിളാ ഓണർഷിപ്പ്? അല്ല, ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുണ്ട്. എത്ര കൊടുക്കുന്നത്? ഇത് നമുക്ക് ഫൈനൽ ഒരു 180. 14 മോഡൽ 15 രജിസ്ട്രേഷൻ 1,80,000 രൂപയ്ക്ക് ഈ ഒരു അൾട്ടോ 800 കൊടുക്കാം. ഈ പ്രൈസ് ഒന്നുമില്ല. നമ്മൾ ഈ പറയുന്ന പ്രൈസ് ഒക്കെ ഏകദേശം ഏകദേശം ഒരു മുട്ടിച്ചുള്ള റേറ്റ് ആണ്. പിന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്തി കൊടുക്കാം. എന്തായാലും ഒരു നീറ്റ് വണ്ടിയാണല്ലേ? ക്ലെയിമും കാര്യം ഒന്നുമില്ല, ഒരു ക്ലെയിമും ഇല്ല. നീറ്റ് വണ്ടിയാണ്, ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത നേരത്തെ കണ്ടതിന്റെ തൊട്ട് മുകളിൽ വരുന്ന വണ്ടിയാണ് അൾട്ടോ K10 ആണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡല്. 2019 68,000 കിലോമീറ്റർ ഓടി വണ്ടി. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് ഏകദേശം ഒരു ഫുൾ ഓണൊക്കെ ആഗ്രഹിക്കും, ചിലപ്പോൾ ഫുൾ ഓണൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. മാനുവൽ വണ്ടി? മാനുവലാണ്. 2019 ഫുൾ ഓൺ ചാൻസ് ഉള്ള ഒരു K10 1000 cc ആണ് വരിക. മൈലേജ് ഒരു 16-19 റേഞ്ച് മൈലേജ് ഉണ്ടാവും. ഓക്കെ, എത്ര കൊടുക്കുന്നത്? VXI ആണ് കേട്ടോ. VXI അല്ലേ? ടോപ്പ് ആണോ? അതെ, 3,10 3,10,000 രൂപയ്ക്ക് 19 മോഡൽ അൾട്ടോ K10 നിങ്ങൾക്ക് കൊണ്ടുപോകാം. VXI ഇതിൽ ഫുൾ ലോൺ ഏകദേശം ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ട്രാക്ക് കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ലോൺ കിട്ടുന്ന കാര്യം. അത്രയേ ഉള്ളൂ. മെയിൻ്റെയിൻ ആണോ? പ്രോപ്പർ മെയിൻ്റെയിൻ? ഫുൾ മെയിൻ്റെയിൻ ആണ്. ഇതാ വീണ്ടും ഒരു K10 KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വാഹനമാണ്. ഇത് മാനുവലാ? ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കലി 2018 മോഡൽ. 18 ഓട്ടോമാറ്റിക്. VXI VXI ഓട്ടോ എത്രയാ? 34,000 കിലോമീറ്റർ ഓടി. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിളാ? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? ഒരു ക്ലെയിമും ഇല്ല. 18 VXI ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സ് ആണ്. നേരത്തെ പറഞ്ഞതിനേക്കാളും ഒരു 1-2 മൈലേജ് കുറയും, അത്രേ ഉള്ളൂ. ഓക്കെ, എത്ര കൊടുക്കുന്നത്? ഇത് നമുക്കൊരു 3,90 കൊടുക്കാം. 3,90,000 രൂപ. ഓക്കെ, ഓട്ടോമാറ്റിക് വാഹനം ആഗ്രഹിക്കുന്നത് എന്തായാലും എടുക്കാം. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. ഒരു 3-3.5 ലോൺ കിട്ടും. അത്യാവശ്യം ലോൺ കിട്ടും. ഇനി ഒരു 7 സീറ്റർ ഇല്ല എന്നുള്ള പരാതി വേണ്ട അല്ലേ? എർട്ടിക ഡീസൽ എർട്ടികയാണ്. മൈലേജ് കൂടെ ഉണ്ടാവും. KL 49 സിംഗിൾ ഓണർഷിപ്പ് വരുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? ഏതാ മോഡല്? 2012-13 മോഡലും 13 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2028 വരെ പേപ്പർ ഉണ്ടാവും, ഫുള്ള് പേപ്പർ ഉണ്ടാവും. കിലോമീറ്റർ 1,45,000 കിലോമീറ്റർ. 1,45 കമ്പനി സർവീസ് ഉണ്ടാവും. പ്രോപ്പർ സർവീസ് പോയ സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ എർട്ടിക വീഡിയോയാണ്. മൈലേജ് എങ്ങനെ പോയാലും ഒരു 17-18 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും അല്ലേ? 7 സീറ്ററിൽ അത്രയും മൈലേജ് കിട്ടുന്നുണ്ട്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ മേജറായിട്ടൊന്നുമില്ല. എത്ര കൊടുക്കുന്നത്? ഇത് നമുക്കൊരു ഫൈനൽ പ്രൈസ് 3,60,000 കൊടുക്കാം. 3,60,000 ഫൈനൽ റേറ്റ് ആണ്. 12 മോഡലുണ്ട്, 13 രജിസ്ട്രേഷനും, 1,45. 12 മോഡലും സിംഗിൾ ഓണർഷിപ്പ് വളരെ റയർ ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ നല്ലൊരു മൈലേജ് ഉള്ള വണ്ടി തപ്പി നടക്കുന്നുണ്ടെങ്കിൽ, നല്ലൊരു വണ്ടി തപ്പുന്നുണ്ടെങ്കിൽ എടുക്കാം അല്ലേ? ലോൺ എത്ര കയറും? ഒരു ലോൺ ഒരു 2.25 ആ റേഞ്ച് കിട്ടും അല്ലേ? അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു i10 ഗ്രാൻഡ് KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ വാഹനമാണ്, കോഴിക്കോട് ജില്ല. നല്ല ടയേഴ്സ് ഉണ്ടല്ലോ, പുതിയ ഏകദേശം 90% ആറുണ്ട്. ഉണ്ടല്ലോ, ഫ്രണ്ടിലുണ്ട്, പുറകിലും അത്യാവശ്യം ഉണ്ട്. അല്ലേ? ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡല് സ്പോർട്സ് ആണ് വരുന്നത്. ഇത് ഫുൾ ഓൺ അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാ? അതെ. ഓക്കെ, ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. പുഷ്പട്ടം വരില്ല, അലോയ്സ് വരില്ല, ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല. ഓക്കെ, ഓട്ടോ എത്ര പോയി? ഓട്ടോ 70,000 കിലോമീറ്റർ. 70,000 സ്പോർട്സ് ആണ്. 2020 സിംഗിൾ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ബാക്കിൽ ഡിക്കി ഒന്ന് ഗ്ലാസ് മാറിയോ? ഗ്ലാസ് അടക്കം മാറി, ഡിക്കിയും ഗ്ലാസും മാറിയിട്ടുണ്ട്. വർക്ക് എടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ റേറ്റിന്റെ മാറ്റമുണ്ട് വണ്ടി. റേറ്റ് മാറ്റി കൊടുക്കാം. റേറ്റിന്റെ മാറ്റം എന്തായാലും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫുൾ ഓൺ പറഞ്ഞത് അല്ലേ? ചെറിയ വർക്ക് ബാക്കിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ കമ്പനി കൊണ്ട് ചെക്ക് ചെയ്യാം, എല്ലാം നോക്കാം. ഓക്കെ, എത്ര കൊടുക്കാത്? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് 3,90,000 കൊടുക്കാം. 2020 സ്പോർട്സ് ആണ് കേട്ടോ. 3,90,000 2020 സ്പോർട്സ് വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം.
വേറെ ചെയ്യാനൊന്നുമില്ല, വർക്കൊന്നും ചെയ്യാനൊന്നും മെക്കാനിക്കൽ 100 ഒന്നും. ഓക്കെ, ഇപ്പോൾ ടയേഴ്സിൻ്റെ ഭാഗത്തേക്ക് ഒന്നും നോക്കാനില്ല. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. ഒരു 13-16 റേഞ്ച് മൈലേജ് ഏകദേശം കിട്ടും. തീർച്ചയായിട്ടും. അടുത്തൊരു റിച്ച് സ്കെയിൽ 11 രജിസ്ട്രേഷൻ വാഹനമാണ്. പെട്രോൾ അല്ലേ? അതെ, പെട്രോൾ. ഇത് CNG കൂടി ചെയ്തിട്ടുണ്ട്. ശരി, കമ്പനി തന്നെ ചെയ്താ? കമ്പനി CNG RC-യിലൊക്കെ അന്വേഷണമാണ്. ഓക്കെ ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2015 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ. 15 ഇവിടെ കോഴിക്കോട് രജിസ്ട്രേഷനിലുള്ള വണ്ടി. ഏതാ? VXI? VXI വെൽ മെയിൻറ്റൈൻ ആയിട്ടുള്ള വണ്ടി, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. സർവീസ് പക്ക, കമ്പനി നല്ലാണ് പുറത്ത് എവിടെ നിന്ന് സർവീസ് ചെയ്തിട്ടില്ല. എത്ര ഓട്ടം പോയി? 70,000 കിലോമീറ്റർ. 70,000 ഫുൾ കമ്പനി സർവീസ് പ്രോപ്പർ പോയതാണ്. 2015 സിംഗിൾ ഓണർഷിപ്പ് VXI വിത്ത് CNG. മൈലേജ് പെട്രോളിലാണെങ്കിൽ ഒരു 13-16 കിട്ടും. CNG ആയതുകൊണ്ട് ഇപ്പോൾ 20-25 വരെയൊക്കെ കേൾക്കാറുണ്ട്. ഓക്കെ, കറക്റ്റ് അറിയില്ല, എന്നാലും ആ റേഞ്ച് കിട്ടാറുണ്ട്. ഓക്കെ, നല്ല നീറ്റ് വണ്ടി അല്ലേ? എത്ര നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് 3,90,000 രൂപ കൊടുക്കാം. 2015 VXI വിത്ത് CNG ആണ്. CNG വരുന്ന വാഹനം 3,90,000. നല്ലൊരു റിറ്റ്സ് ആഗ്രഹിക്കുന്നവർ ധൈര്യത്തിൽ എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ താല്പര്യം എന്നാലും വിളിച്ചോളൂ. കുഴപ്പമില്ലാത്ത ടയേഴ്സും ഉണ്ട് അല്ലേ? പുറകിൽ ആവറേജ് ആണ്, പക്ഷേ സ്റ്റെപ്പിന് നല്ലതാണല്ലോ. സ്റ്റെപ്പിനൊക്കെ നല്ലതാണ് കാണുന്നത്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഹ്യുണ്ടായ് വെന്യൂ KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2019 മോഡൽ. 2019 സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വാഹനമാണ്. ഡീസലോ പെട്രോളോ? പെട്രോളാണ്. പെട്രോൾ 19. ഏതാ ഓപ്ഷൻ? ഇത് ഈ കൺവേർട്ട് S-ലേക്ക് കൺവേർട്ട് ചെയ്താണ്. എന്തൊക്കെ അഡീഷൻ ചെയ്തിട്ടുണ്ട്? അഡീഷണൽ ബാക്ക് പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്, LCD ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരുമാതിരി എസിന്റെ ഓപ്ഷൻ ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ടയേഴ്സ് ഒരു 70%. ടയേഴ്സ് ഏകദേശം ഒരു 85-90% ഉണ്ട്. ഫുൾ ബട്ട് ആകെ ചില്ലറ കിലോമീറ്റർ ഓടിച്ചുള്ളൂ. 90% കണ്ടുപിടിക്കുന്നില്ല. ബാക്കിൽ ഉണ്ടോ? ഉണ്ട്, ഷുവറിലുണ്ട്. എന്താ ഈ സൈഡിൽ കുറവുണ്ട്, ആ സൈഡിലുണ്ട്. ഇതൊക്കെ ഫുൾ ബട്ട് ഉണ്ടാകാറുണ്ട്. ഫുൾ ബട്ട് ഉണ്ടാകാം, ഒക്കെ ഫുൾ ബട്ട് ഉണ്ടാകാം. 90% ഉണ്ടാകാം. ആ സൈഡ് സെയിം തന്നെ. ഇൻഷുറൻസ് ബാറ്ററി പുതിയതാണ്, ഫുൾ കവർ ഇൻഷുറൻസ് പുതിയ എടുത്തും കൊടുക്കും. ഓക്കെ, അപ്പോൾ പെട്രോൾ വെന്യൂ ആണ്. ഒരു 11-15 റേഞ്ച് മൈലേജ് ആണ്. 58,000 കിലോമീറ്റർ ആകെ ഓടിക്കുള്ളൂ വണ്ടി. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല. 19 മോഡൽ 58,000. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ഒരു ഏകദേശം ഫൈനൽ റേറ്റ് നമുക്ക് ഒരു 6,40,000 രൂപ. 6,40,000 19 വെന്യൂ. ഈ ഓപ്ഷൻ S-ലേക്ക് ഒരു I-20 ഒക്കെ വില വന്നല്ലോ വണ്ടി. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടോ? ഒരു കോമ്പാക്ട് SUV പെട്രോളിൽ കൊണ്ടുപോകാം. ലോൺ എത്ര കയറും? ലോൺ ഒരു 5-5.5 ലക്ഷം രൂപ 6 ഉള്ളിലായിട്ട് കയറും. ഓക്കെ, ഹ്യുണ്ടായ് ക്രെറ്റ KL 10 മലപ്പുറം രജിസ്ട്രേഷൻ വാഹനം. പഴയ ഷേപ്പ് ക്രെറ്റയാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2015-16 രജിസ്ട്രേഷൻ. ഓക്കെ, 70,000 കിലോമീറ്ററുടെ പെട്രോൾ വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആണ് പെട്രോള് വാഹനം. 15 മോഡലുണ്ട്, 16 രജിസ്ട്രേഷൻ ഉണ്ട്. ക്ലീൻ വണ്ടി കേട്ടോ, ഒക്കെ ക്ലീൻ വണ്ടി. 4 പുതിയ ടയേഴ്സ് ആണ്. നല്ല ഇന്റീരിയർ സീറ്റ് കവർ ഉള്ള. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ വരുന്നത് E+. ബേസ് ആണ്. പെട്രോള് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ക്രെറ്റ. ക്ലെയിം ഒന്നുമില്ല, ഒരു ക്ലെയിം. ഓക്കെ, എത്രയാണ് ഇപ്പോൾ സർവീസ്? ഇത് നമുക്ക് ഒരു 6,40,000 രൂപ. 6,40,000 15 മോഡൽ 16 രജിസ്ട്രേഷൻ ക്രെറ്റയാണ്. ലോ കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ലോൺ ഒരു 6 lakhിൻ്റെ അടുത്ത്. ലോ ബഡ്ജറ്റിൽ ഒരു SUV വണ്ടി, നല്ലൊരു വണ്ടി ആഗ്രഹിക്കുന്നില്ല, എന്തായാലും നേരത്തെ എടുക്കുന്നു. ഒരു 5.25-6 വരെയൊക്കെ ലോൺ. 5-5 ലക്ഷം രൂപ ലോൺ ചെയ്തു. ചിലപ്പോൾ 6 കയറും. അടുത്ത ഗ്രാൻഡാണ് KL 10 വണ്ടി. ഇതെങ്ങനെയാ? ഇത് 2014 മോഡല് ഓട്ടോമാറ്റിക് ആണ്. 14 ഓട്ടോമാറ്റിക്. ഏതാ ഓപ്ഷൻ? ഏതാ ഇത് ഓപ്ഷൻ വരുന്നത്? സ്പോർട്സിലും ഓപ്ഷൻ വരുന്നത് സ്പോർട്സ് ഓപ്ഷനിലാണ്. അതായത് മിറർ ബോൾട്ടിങ്, ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരും. ഓക്കെ, 14 ഓട്ടോമാറ്റിക് 80 ഗിയർ ബോക്സ് ആണ് വരിക. പിന്നെ മൈലേജ് കുറച്ച് കുറയും, ഒരു 10-13 ആ റേഞ്ച് മൈലേജ് കണ്ടാൽ മതി. ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഒരു ക്ലെയിമും ഇല്ല. ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ. ഓട്ടം 69,000 കിലോമീറ്റർ. 69,000 വളരെ ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ മെയിൻറ്റൈൻഡ് വാഹനമാണ്. ഓട്ടോമാറ്റിക്, ഒരു ഗ്രാൻഡ് ആയിട്ട്. എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്കൊരു 3,90,000 രൂപ. 3,90,000 ഓട്ടോമാറ്റിക് ആണ്. സ്പോർട്സ് ഓപ്ഷനിലാണ്, പുഷ്പട്ടം വരുന്ന ടൈപ്പാണ്. എനിക്കൊന്ന് 15 ഇപ്പുറത്തേക്ക് മാഗ്നയിൽ ഇതിനകത്തൊന്നും, മാഗ്നല്ല സ്പോർട്സ് പോലും പുഷ്പട്ടം വരുന്നില്ല. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. അത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഒരു SUV ആണ്. നല്ല അടിപൊളി ടയേഴ്സ് നാലുണ്ട് അല്ലേ? ടാറ്റ ഹാരിയർ, അതും ഒരു വെറൈറ്റി കളർ അല്ലേ? സാധനം. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2021 മോഡലാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് 21 മോഡൽ. ഏത് ഓപ്ഷൻ? ഓപ്ഷൻ വരുന്നത്
എക്സെറ്റ് പ്ലസ് അതിന്റെ തൊട്ട് താഴെ ഓപ്ഷനാണിത്. എക്സെറ്റ് ഓട്ടോമാറ്റിക് ടോർ കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ് വരിക. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ല. ഓട്ടം 90,000 കിലോമീറ്റർ, 21 ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? കറക്റ്റ് കമ്പനി ഹിസ്റ്ററി പോയ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ഒരു ക്ലെയിം ഇല്ലാത്ത നീറ്റ് ഒരു ഹാരിയർ ഡീസൽ ഓട്ടോമാറ്റിക്. അതിന്റെ ഒരു ഓട്ടം പോയിട്ടുണ്ട്. മൈലേജ് എത്ര ഉണ്ടാവും? മൈലേജ് ഏകദേശം ഓട്ടോമാറ്റിക്കലി ഒരു 13-14 ലോങ്ങിൽ ഒരു 15-16 കിട്ടും. ഷുവറിൽ കിട്ടും. ഓക്കെ, എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്ക് ഏകദേശം ചിലപ്പോൾ ഫുൾ ഓൺ കയറാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇത് നമുക്കൊരു 12,90,000 രൂപ. 12,90,000 എക്സെറ്റ് ഓട്ടോമാറ്റിക് ഹാരിയർ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളും. മാക്സിമം ഫുൾ ഓൺ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. 2021 മോഡലാണ്. നിങ്ങളുടെ ട്രക്ക് കൂടെ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ലൊരു ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. അടുത്ത വണ്ടിയിലേക്ക് ഇനി ഒരു കോമ്പാക്ട് SUV വരാം. നേരത്തെ കണ്ടതും ഫുൾ സേഫ്റ്റിയാണ്, ഇതും ഫുൾ സേഫ്റ്റിയുള്ള ഒരു വാഹനമാണ് അല്ലേ? XUV 300 ആണ് മഹീന്ദ്രയുടെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2019-20 രജിസ്ട്രേഷൻ വണ്ടി. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. ഡീസൽ മാനുവൽ ആണ് വരുന്നത്. ഡീസൽ മൈലേജ് ഉണ്ടാവും. ഓക്കെ, 18-20 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടാൻ. 19 മോഡലുണ്ട്, 20 രജിസ്ട്രേഷൻ. ഓക്കെ, ഓണർഷിപ്പ് സിംഗിളാ? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ. ഫുള്ള് കമ്പനി ഹിസ്റ്ററി പോയ വണ്ടി. ഓട്ടം 90,000 സംതിങ് ഓടിയിട്ടുണ്ട്. 98,000 കിലോമീറ്റർ. 1 ലാഖിന്റെ സർവീസ് ഓൾറെഡി കഴിഞ്ഞതാണ്. ചെയ്ത് വെച്ചേക്കാണ് അല്ലേ? അപ്പോൾ ഓട്ടം ഉണ്ട് എന്തായാലും. ഡീസൽ വണ്ടിയാണ്, മൈലേജ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഓട്ടം. അതെ, അതൊരു ലോ ബഡ്ജറ്റ് SUV ഡീസൽ വണ്ടി ആവശ്യക്കാർക്ക് ഇത് ഒന്നും നോക്കണ്ട. കമ്പനി സർവീസ് അല്ലേ? ഫുള്ള് ലാസ്റ്റ് ഇപ്പോൾ മേജർ ചെയ്തല്ല കമ്പനി കഴിഞ്ഞ് 98 കഴിഞ്ഞിട്ട് ഇപ്പോൾ 99,000 കിലോമീറ്റർ. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇത് നമുക്ക് 6,80,000 രൂപ. 680. ഓപ്ഷൻ W6 അല്ലേ? ടോപ്പിന്റെ തൊട്ട് താഴെ 680 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു സ്വിഫ്റ്റിലൊക്കെ ഒരു റേഞ്ച് വരുന്നുള്ളൂ. SUV വണ്ടി ഡീസലാണ്, അത്യാവശ്യം 2020 വണ്ടി. മാക്സിമം ലോൺ അവൈലബിൾ ആണ്. ചിലപ്പോൾ ഫുൾ ലോൺ തന്നെ കയറാൻ ചാൻസ് ഉണ്ട്. ഫുൾ ലോൺ കിട്ടും അല്ലേ? ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരും. W8ലേക്ക് പോകുമ്പോൾ 8 എയർ ബാഗ് വരും, അലോയ്സ് വരും. അതാണ് കൂടുതലുള്ള വ്യത്യാസം തോന്നുന്നു ടോപ്പിലേക്ക് പോകുമ്പോൾ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിയിൽ ഉണ്ടാവും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തത് ഇന്ത്യൻ വിപണിയിലെ 7 സീറ്ററുകളുടെ രാജാവ് ടൊയോട്ട ഇന്നോവ. അതെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2013 മോഡലാണ്. ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, 1,40,000 കിലോമീറ്റർ. അത് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? തീർച്ചയായും ജനുവിനായിട്ട് പറയാം. ജനുവിൻ കിലോമീറ്റർ സർവീസ് ഉണ്ട്. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഏതാ? G4 G3 ആണ് വരുന്നത്. G3 ആണ് അല്ലേ? എന്താ വ്യത്യാസം വരിക 3ലേക്ക് പോകുമ്പോൾ? ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ G4 തന്നെ ആയി. റിവേഴ്സ് ക്യാമറ, LCD കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, എല്ലാം വരുന്ന 1,40,000 ഓടിയ 2013 G3 G4 കൺവേർട്ടായി. എത്ര കൊടുക്കാത്? ഇത് നമുക്കൊരു 6,70,000. ഒറിജിനൽ കേരള വണ്ടി 670 കമ്പനി സർവീസുള്ള ഈ ഒരു ഇന്നോവ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 5 ലക്ഷം കയറും ചാൻസ് ഉണ്ട്. ലോൺ കിട്ടുന്ന ഒരു ഇന്നോവ.